അപ്പൊ ഒരാള് ഇപ്പൊ ക്രിയയിൽ വന്നു, ആക്സിഡന്റത്തായി. സംഭവിക്കില്ല, റയറായിരിക്കും സംഭവിക്കുക. കാരണം അത്രയും കർമ്മഫലം. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ യാത്ര ചെയ്തപ്പോ 2 പ്രാവശ്യം തലകുത്തി വണ്ടിക്കകത്തിരുന്നു. ഒരു പ്രാവശ്യം 3 പ്രാവശ്യം തലകുത്തിയിട്ടാണ് നേരെ വണ്ടി നേരെ, പക്ഷെ രക്ഷപ്പെട്ടു പോകും. ഒരു പ്രാവശ്യം ഇടിച്ച് കഴിഞ്ഞോണ്ട് ഇടിച്ച് വണ്ടി മുഴുവൻ നശിച്ചു പോയി. പക്ഷെ ഡോറിന്റെ ഇവിടുന്ന് ബാക്കിലേക്ക് ഒന്നും സംഭവിച്ചില്ല, എല്ലാവരും സുഖമായിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ റയർ ഒക്കേഷൻസാ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാവും കുറുക്കന്മാർ. 2 ഇഞ്ചും ബൈ ചാൻസ് ആണ് സംഭവിച്ചെന്ന് തന്നെയില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മദോഷം തീർന്നിട്ടില്ല അർത്ഥം. അപ്പൊ വീണ്ടും നിങ്ങൾ റീബർത്ത് എടുക്കേണ്ടി വരും, ഉറപ്പായിട്ട് റീബർത്ത് എടുക്കേണ്ടി വരും. അപ്പോ പിന്നെ ആ ജന്മത്തിൽ പക്ഷെ ക്രിയ കിട്ടും. ആരെങ്കിലും ഗുരുക്കന്മാരെ നിങ്ങൾക്ക് ആ സമയത്ത് ക്രിയക്ക് തരും. ഇനി വേറൊരു അനുഭവം കൂടി പറയും. അത് തൊട്ടടുത്തുണ്ടായതാണ്. 26/11/2022 കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ്ട്രൽ ട്രാവൽ നടത്തുകയായിരുന്നു. അങ്ങനെ നടത്താൻ വേണ്ടി ഞങ്ങൾ ഒരാളെ ആസ്ട്രൽ ട്രാവൽ നടത്തുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ആസ്ട്രൽ ട്രാവൽ നടത്തി പരിചയമുള്ള കുട്ടികളെ കൂട്ടാറുണ്ട്. കാരണം അവർക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കാരണം ഓരോ തവണ പോകുമ്പോഴും നമ്മൾ പല പല സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പൊ അവർക്കും അതിൻ്റെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ കുട്ടികളെ ഇതിന്റെ ഒപ്പം നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ ഒരു 3 പേര് കൂടെ വന്നു. അതേമാതിരി ആസ്ട്രൽ ട്രാവൽ നടത്താൻ പോകുന്ന ആ കുട്ടിയും വന്നു, ആ ചേച്ചിയും വന്നു. ആ ചേച്ചിയുടെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാണ് 7 ദിവസം മുമ്പ് മരണപ്പെട്ടത്. അതും നമ്മുടെ കുട്ടി തന്നെയായിരുന്നു. ക്രിയായോഗ ദീക്ഷ എടുത്ത കുട്ടിയായിരുന്നു. കുണ്ടലിനി സ്റ്റേജ് വരെ എത്ത കുട്ടിയായിരുന്നു. ആ കുണ്ടലിനി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ ദേഹത്ത് ക്യാൻസർ ഉണ്ടായിരുന്നു. ക്യാൻസർ എന്ന രോഗം ഉണ്ടായിരുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. കുണ്ടലിനി കിട്ടിയതിന് ശേഷം എനർജി ഊർജ്ജ പ്രസരണം കൂടിക്കഴിഞ്ഞപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ കൂടുകയും 1 മാസത്തിനുള്ളിൽ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ മരണപ്പെട്ട് കറക്റ്റ് 7ാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കാൻ പോവുകയും അവിടെ ആസ്ട്രൽ നടത്തി ചെയ്യുന്നത്. അങ്ങനെ ആ ചേച്ചീനെ അവിടെ ഇരുത്തി നമ്മൾ വേറെ 3 പേരുണ്ടായിരുന്നു. ആ ചേച്ചി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് മൊത്തം 5 പേര് അങ്ങനെ ആസ്ട്രൽ ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി നമ്മള് ഭൂമി വിട്ട് പല പ്ലാനറ്റ്സും കയറി ഇറങ്ങി സൂക്ഷ്മ ലോകത്ത് പോയി. ആ ചേച്ചി സൂക്ഷ്മ ലോകത്ത് പോയിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് അവരെ കാണേണ്ടവരെ കുറച്ച് പേരെ കാണാൻ സാധിച്ചു അവിടെ സൂക്ഷ്മത്തിൽ. അത് കഴിഞ്ഞ് അവര് നേരെ സപ്തർഷി ലോകത്ത് പോയി. അത് കഴിഞ്ഞ് അവിടെ നേരെ അവർക്ക് അതിന് മുമ്പ് അവര് ശിവലോകം കിടന്നിട്ടാണ് നേരെ ബ്രഹ്മത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കടന്ന് നേരെ ഈ 5 പേരും ഒരേ സമയം പരബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾ അവിടെ നിൽക്കുക. ആ ആത്മാവിനെ നമ്മൾ എല്ലാവരും ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുക. ഈ സോളിനെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഞെട്ടിപ്പോയി ആ സോളിനെ കണ്ടിട്ട്. അങ്ങനെ അവരെ കാണുകയും അപ്പോൾ അതിനെ നമ്മൾ ആ ബ്രഹ്മത്തിലേക്ക്, ആ കുട്ടി 1 മാസമായിട്ട് കാര്യം ബെഡ് റിഡൻ ആയിരുന്നെങ്കിലും ആ കുണ്ടലിനി ക്രിയയുടെ പ്രഭാവത്തിൽ അവര് ആ ആത്മശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 1 മാസവും എന്നാണ് തോന്നുന്നത്. ആ ഒരു ഇതിന്റെ പേരിലായിരിക്കാം ഈ സോളിന് ഇത്ര പെട്ടെന്ന് ബ്രഹ്മത്തിലെത്താൻ സാധിക്കുന്നത്. അങ്ങനെ ആ ആത്മാവിനെ നമ്മൾ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുക ചെയ്യുന്നു.